ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. മലബാർ സമരത്തിന് 100 വയസ്സ് തികയുകയാണ്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു സമരവും സമര പോരാളികളും സജീവ ചർച്ചകൾക്ക് വിഷയമാകുന്നു എന്നുള്ളത് അവർ നടത്തിയ പോരാട്ടം വൃഥാവിലായില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മലബാർ സമര വാർഷികം വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച SYSനെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. സ്മൃതി സംഗമം എന്ന പേരിട്ടുകൊണ്ടാണ് SYS തേഞ്ഞിപ്പലം സോൺ ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയിരിക്കുന്നത്. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായ ശ്രീ നിതീഷ് P. പള്ളിക്കൽ, എൻ്റെ സുഹൃത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പറും നല്ലൊരു പ്രഭാഷകനും എഴുത്തുകാരനും എല്ലാമായിട്ടുള്ള ശ്രീ TPM ബഷീർ, ആദ്യമേ തന്നെ പ്രസംഗം പണ്ഡിതോജ്വലമായിട്ട് തന്നെ നടത്തി മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ വേദി വിട്ടുപോയ എൻ്റെ ഗുരുനാഥനും ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ പ്രൊഫസർ AP അബ്ദുൽ വഹാബ് സാഹിബ്, M. മുഹമ്മദ് സാദിഖ് വെളിമുക്ക്, ബഷീർ ഹസനി, ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഷെരീഫ് വെളിമുക്ക്, സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ, വേദിയിലെ മറ്റു പ്രമുഖർ, നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലബാർ കലാപം 1921 നടന്ന ഒരു യാദൃശ്ചിക സംഭവമല്ല. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശിക വിരുദ്ധ പോരാട്ടങ്ങളുടെ മൂർത്തിമൽ ഭാവമായിരുന്നു 1921 നടന്നത്. 1075-ലധികം സമരങ്ങൾ, പോരാട്ടങ്ങൾ മലബാറിൽ, ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ നടന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കും എതിരായി 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ അന്നു മുതൽ വൈദേശികാധിപത്യത്തിനെതിരായിട്ടുള്ള സമരം മലബാറിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ കാർഷിക സമരങ്ങൾ അരങ്ങേറിയത്. ആ കാർഷിക സമരങ്ങളൊന്നും വർഗീയമാണ്, വിഭാഗീയമാണ് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ആ സമരങ്ങളിലൊക്കെ തന്നെ ഒരു പക്ഷത്ത് ജന്മിമാരായിരുന്നു, മറുപക്ഷത്ത് കർഷക കുടിയാന്മാരായിരുന്നു. ജന്മിമാരിൽ മഹാഭൂരിഭാഗവും സവർണ ഹിന്ദുക്കളായിരുന്നു. കർഷകരിൽ മഹാഭൂരിഭാഗവും മാപ്പിളമാരുമായിരുന്നു. എന്നിട്ടും 1921 മുമ്പ് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ നടന്ന നിരവധി കർഷക സമരങ്ങൾ, ജന്മിവിരുദ്ധ പോരാട്ടങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ ഉയിർത്തെഴുന്നേൽപ്പുകൾ വർഗീയമാണെന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടേയില്ല. അങ്ങനെ ചിത്രീകരിക്കപ്പെടാത്ത ഒരു സമര പരമ്പരയുടെ
കൾമിനേഷനെ, അതിൻ്റെ മൂർത്തിമൽ ഭാവത്തെ എങ്ങനെയാണ് വർഗീയ കലാപം എന്ന് വിശദീകരിക്കുക എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് ആരംഭിച്ചതാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ അണിനിരന്ന ചേരി ഇന്ത്യയിലെ ജനങ്ങളോട്, വിശിഷ്യ മുസ്ലിങ്ങളോട്, ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചാൽ ജർമ്മനിയും ഇറ്റലിയും ഉൾക്കൊള്ളുന്ന ഫാഷിസ്റ്റ് ചേരി പരാജയപ്പെട്ടാൽ തുർക്കിയിലെ ഖിലാഫത്ത് തുടരുന്നതിനും നിലനിർത്തുന്നതിനും എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. ആ ഒരു പ്രഖ്യാപനത്തിന്റെ വെളിച്ചത്തിൽ പല ആളുകളും ബ്രിട്ടീഷുകാരുടെ വിജയത്തിന് വേണ്ടി, അവർ ഉൾക്കൊള്ളുന്ന ചേരിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി ആളുകൾ, പട്ടാളത്തിൽ പ്രവർത്തിച്ചിരുന്നവർ സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി അണിനിരന്നു. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ചേരി വിജയിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ ലോകത്തിന് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. അവര് തുർക്കി ഖിലാഫത്തിനെ ഉന്മൂലനം ചെയ്തു. ഇത് ലോകവ്യാപകമായിട്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ടാക്കി. ഇന്ത്യയിലും അത് അമർഷത്തിന്റെ വിത്തുപാകി. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് കടന്നുവരികയും കോൺഗ്രസ് ഒരു ജനകീയ മുന്നേറ്റമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കാലയളവിലാണ് ഇത് സംഭവിക്കുന്നത്. 1919കളിൽ മഹാത്മാഗാന്ധി ഒരു തീരുമാനമെടുത്തു: ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. കോൺഗ്രസിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൊലച്ചതി പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് കോൺഗ്രസ് തയ്യാറാകണം. ആ പ്രഖ്യാപനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സമാരംഭത്തിന് തുടക്കം കുറിച്ചത്. കോൺഗ്രസ് ആണ് ഖിലാഫത്ത് മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. ഗാന്ധിജിയായിരുന്നു അതിന്റെ ചാലകശക്തി. മഹാത്മാഗാന്ധി ഉദ്ദേശിച്ചത് മുസ്ലിം ജനവിഭാഗത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നല്ല അവസരമായിരിക്കും ഖിലാഫത്ത് മൂവ്മെന്റിന്റെ തുടക്കം കുറിക്കപ്പെടൽ എന്നായിരുന്നു. അതിനു മുൻപും പല മതവിശ്വാസികളുടെ മതപരമായിട്ടുള്ള ധാരണകളും വിശ്വാസങ്ങളും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് കരുത്തു പകരാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഗംഗാനദിയിൽ കൈകൾ മുക്കി രാജ്യത്തിനു വേണ്ടി പ്രതിജ്ഞയെടുത്ത സംഭവം നമുക്കറിയാം. അതൊന്നും തെറ്റായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ ജനവിഭാഗത്തെയും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ മാർഗങ്ങളാണോ അവലംബിക്കേണ്ടത് അതെല്ലാം അവലംബിക്കുക എന്നുള്ളത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരുടെ ചുമതലയായിരുന്നു. അങ്ങനെയാണ് ഖിലാഫത്ത് മൂവ്മെന്റ് ആരംഭിക്കുന്നതിന് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതിനേറ്റവും വലിയ പ്രതികരണം ലഭിച്ചത് മലബാറിലാണ്, ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ്. കാരണം ഇവരെ നേരത്തെ തന്നെ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം നിലനിന്നിരുന്നു. ഇതും കൂടി ആയപ്പോൾ ഒരു ആളിക്കത്തൽ മലബാറിൽ സംഭവിച്ചു. ബ്രിട്ടീഷുകാർ മലബാർ കലാപത്തെ മാപ്പിള ലഹള എന്ന് വിളിച്ചത് 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അവർ ശിപ്പായി ലഹള എന്ന്
വിളിച്ചതിന് സമാനമാണ്. ശിപ്പായി ലഹള എന്ന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു സംഘം ആളുകൾ നടത്തിയ സമരം, മുന്നേറ്റം എന്നുള്ള അർത്ഥത്തിലാണ്. സമരത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷവും മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് മാപ്പിള ലഹള എന്ന് ബ്രിട്ടീഷുകാര് ഒരു വലിയ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തെ ചിത്രീകരിച്ചു. കലാപകാരികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന പരിഗണന അല്ലായിരുന്നു. ബ്രിട്ടീഷ് അനുകൂലിയാണോ ബ്രിട്ടീഷ് പ്രതികൂലിയാണോ? ബ്രിട്ടീഷ് അനുകൂലിയാണെങ്കിൽ അവർക്കെതിരെ കർക്കശമായിട്ടുള്ള നിലപാട് സമരക്കാർ സ്വീകരിച്ചു. അത് ഹിന്ദുവാകട്ടെ മുസ്ലിം ആകട്ടെ. സംഘപരിവാർ ശക്തികൾ മലബാർ കലാപം വർഗീയ കലാപമാണ് എന്ന് സ്ഥാപിക്കാൻ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന്, തുവൂർ കിണറ്റിൽ കണ്ട മൃതദേഹങ്ങളാണ്. തുവൂർ കിണറ്റിലെ 32 മൃതദേഹങ്ങളാണ് കണ്ടതും കണ്ടെടുക്കപ്പെട്ടതും. അതിൽ 28 ഹൈന്ദവ സഹോദരന്മാർ ഉണ്ടായിരുന്നു, 4 മാപ്പിളമാരും ഉണ്ടായിരുന്നു. തുവൂർ കിണറ്റിൽ കണ്ട മൃതദേഹങ്ങൾ എങ്ങനെയാണ് ആ കിണറ്റിൽ തള്ളപ്പെട്ടത്? സമരക്കാരെ ഒരു ഗ്രാമം ഒറ്റുകൊടുത്തു. ഇതറിഞ്ഞ സമര നേതാക്കന്മാർ ആ ഗ്രാമത്തിൽ ചെന്ന് ഒറ്റുകൊടുത്തവരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ശിക്ഷ നടപ്പിലാക്കി. അതിൽ 4 മാപ്പിളമാരും ഉൾപ്പെട്ടിരുന്നു ആ ഒറ്റുകാരിൽ. അവരെ ഒഴിവാക്കിയില്ല, അവരെയും കൂടി കൊലപ്പെടുത്തിയാണ് തുവൂർ കിണറ്റിൽ തള്ളിയത്. മതപരമായിട്ടുള്ള എന്തെങ്കിലും പരിഗണന കലാപകാരികൾ നൽകിയിരുന്നു എങ്കിൽ അത് ലഭിക്കേണ്ടിയിരുന്നത് അവിടെ കൊല്ലപ്പെട്ട 4 മാപ്പിളമാർക്കായിരുന്നു. ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല. 1921 മലബാർ കലാപത്തിൽ ഒരു വ്യക്തിയോട് സമരക്കാർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ആരോടായിരുന്നു? ചെക്കുട്ടി പോലീസിനോടായിരുന്നു. നേരത്തെ ബ്രിട്ടീഷ് പോലീസിൽ സേവനം ചെയ്ത് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയായിരുന്ന ആനക്കയത്തെ ചെക്കുട്ടി പോലീസ് ബ്രിട്ടീഷുകാർക്ക് സമരക്കാരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു. ഇതറിഞ്ഞ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും സംഘവും നേരെ ആനക്കയത്തെ ചെക്കുട്ടി പോലീസിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി തല വെട്ടിയെടുത്ത് അതൊരു കുന്തത്തിൽ കുത്തി ആനക്കയത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പ്രകടനം നടത്തി. ആ പ്രകടനത്തിലുടനീളം കണ്ട ആവേശത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. ഒരാളും ആ ചെയ്തിയെ ഇഷ്ടപ്പെടാതിരുന്നില്ല എന്നുള്ള മട്ടിലുള്ള പ്രതികരണമാണ് ആ ജാഥ കടന്നുപോയ വഴിയിൽ ഉടനീളം പ്രകടമായത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെക്കുട്ടി പോലീസ് എന്ന് പറയുന്ന മുസ്ലിമിനോട് എന്തിനാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഈ ക്രൂരത ചെയ്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കലാപകാരികളെ സംബന്ധിച്ചിടത്തോളം, സമരക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള പരിഗണനയായിരുന്നില്ല. ബ്രിട്ടീഷ് അനുകൂലിയാണോ ബ്രിട്ടീഷ് പ്രതികൂലിയാണോ? ബ്രിട്ടീഷ് അനുകൂലിയാണെങ്കിൽ അത് ഏത് മതക്കാരായാലും അവരോട് സമരക്കാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് സുവിദിതമാണ്. മലബാർ കലാപം വർഗീയമാണ് എന്ന് സമർത്ഥിക്കാൻ രണ്ടാമതായി പറയുന്ന ഒരു ന്യായം, വിരലിൽ എണ്ണാവുന്നതാണെങ്കിലും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ക്ഷേത്രങ്ങൾക്ക് നേരെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, അത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ സംഭവിച്ചതാണത്?
ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ളവർ ആരാധനാലയങ്ങളെ മറയാക്കി ക്ഷേത്രങ്ങളിൽ ഒളിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ പോയി അഭയം തേടി. അപ്പോൾ അവരെ പിടികൂടാൻ വേണ്ടി സമരക്കാർ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ക്ഷേത്രങ്ങൾ മാത്രമാണോ സമരക്കാർ ആക്രമിച്ചത്? കൊണ്ടോട്ടി പള്ളി ആക്രമിച്ചിട്ടുണ്ട് സമരക്കാർ. കൊണ്ടോട്ടി തങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് സമരക്കാർ. കൊണ്ടോട്ടി തങ്ങള് ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. തങ്ങള് കൊണ്ടോട്ടിയിലെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയിൽ കയറി അഭയം തേടി എന്ന് കേട്ടപ്പോ സമരക്കാര് നേരെ ചെന്ന് കൊണ്ടോട്ടി പള്ളിക്ക് നേരെ ആക്രമണം നടത്തി. വെടിവെപ്പുണ്ടായി. തങ്ങളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ശക്തമായി തങ്ങൾക്കെതിരായി സമരക്കാർ നിലപാട് സ്വീകരിച്ചു. ആ പള്ളിയുടെ ചുമരുകളിൽ ഇന്നും സമരാനുകൂലികളും സമരത്തെ എതിർത്തിരുന്നവരും തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രങ്ങൾ മാത്രമല്ല സമരക്കാർ ഇങ്ങനെ സമരത്തെ എതിർത്തിരുന്നവർ കയറിപ്പറ്റിയപ്പോൾ ആക്രമിച്ചത്. പള്ളിയും ആക്രമിച്ചു. പ്രവാചക കുടുംബത്തിന്റെ പരമ്പര അവകാശപ്പെടാൻ കഴിയുന്ന കൊണ്ടോട്ടി തങ്ങൾക്കെതിരായും സമരക്കാർ നിലപാട് സ്വീകരിച്ചു. സമരക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് അനുകൂലിയാണോ ബ്രിട്ടീഷ് പ്രതികൂലിയാണോ എന്നുള്ളത് മാത്രമായിരുന്നു പ്രശ്നം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. 1921 മലബാർ കലാപം വർഗീയമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷെ ഒരൊറ്റ തെളിവ് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ സമരത്തിന്റെ സിരാകേന്ദ്രത്തിൽ നിലകൊണ്ട ഒരു വലിയ വ്യവസായ സ്ഥാപനമാണ്, നിരവധി ആളുകൾക്ക് ജോലി നൽകിയിരുന്ന സ്ഥാപനം, കോട്ടക്കൽ ആര്യവൈദ്യശാല. 1921 മലബാർ കലാപം ഹിന്ദു വിരുദ്ധമായിരുന്നു എങ്കിൽ ആദ്യം തകർക്കപ്പെടേണ്ടിയിരുന്ന സ്ഥാപനം കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓട് സമരക്കാരിൽ ഏതെങ്കിലും ഒരാള് എടുത്തെറിഞ്ഞ് പൊട്ടി എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമല്ല, വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്രം കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. PS വാര്യരെ കാണാൻ വേണ്ടി മലബാർ കലാപ നേതാക്കന്മാർ വരുന്ന സംഭവം, അതിന് ദൃക്സാക്ഷിയായിട്ടുള്ള ആ കുടുംബത്തിലെ പ്രമുഖനായ ഒരു വ്യക്തി വിശദീകരിക്കുന്നത് ആ ജീവചരിത്ര ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. സമര നേതാക്കൾ കാണാൻ വരുന്നു എന്ന് കേട്ടപ്പോ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ അകത്തളങ്ങളിലുണ്ടായ ആശങ്ക, അവസാനം നേതാക്കളെ കാണാൻ PS വാര്യർ പൂമുഖത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നിശബ്ദതയായിരുന്നു. എങ്ങും എവിടെയും എന്താണ് സംഭവിക്കുക എന്നറിയില്ല. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. PS വാര്യർ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അവരിരുന്നു. അവരോട് സംസാരിച്ചു. ബ്രിട്ടീഷുകാരോട് ചെയ്യുന്ന സമരത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് PS വാര്യർ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. വലിയ ആയുധ ബലമുള്ള ഒരു ശക്തിയോടാണ് നിങ്ങൾ പൊരുതുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം എന്ന് PS വാര്യർ അവരെ ഓർമ്മപ്പെടുത്തി. മാപ്പിളമാരുടെ ആവശ്യം ന്യായമാണ് എന്ന് PS വാര്യർ പറഞ്ഞതായി PS വാര്യരുടെ തന്നെ ജീവചരിത്രത്തിൽ കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ വ്യക്തമായി കിടക്കുന്നുണ്ട്. അവർ 500 രൂപ സംഭാവന കൊടുത്തു PS വാര്യർ. അതും ആ പുസ്തകത്തിലുണ്ട്. 3 ചാക്ക് നെല്ല് സംഭാവനയായിട്ട് ഈ സമരക്കാർക്ക് കൊടുത്തു. സമരക്കാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആര്യവൈദ്യശാലയുടെ അങ്കണം വിട്ടുപോയത്. കലാപത്തിൽ ഒരു ചെറിയ പോറല് പോലും കോട്ടക്കൽ ആര്യവൈദ്യശാലക്കോ അവിടെ ജോലി ചെയ്യുന്ന
ഹിന്ദുമത വിശ്വാസികളായ ആളുകൾക്കോ ആര്യവൈദ്യശാലയോട് അനുബന്ധമായിട്ടുള്ള ക്ഷേത്രത്തിനോ ഏൽപ്പിക്കാതെ നോക്കാൻ പ്രത്യേക പടയാളികളെ തന്നെ കലാപകാരികൾ, സമരക്കാർ കോട്ടക്കലിൽ വിന്യസിപ്പിച്ചിരുന്നു എന്ന് PS വാര്യരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിലാണ് പറയുന്നത്. ഡോക്ടർ PK വാര്യരുടെ ആത്മകഥയുണ്ട്, സ്മൃതി പർവം. അതും കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രസിദ്ധീകരണ വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതിലും സമാനമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഒരു തരത്തിലുള്ള നാശനഷ്ടവും വരുത്താത്ത സമരക്കാർ ഹിന്ദുക്കൾക്കെതിരായി ബോധപൂർവം അക്രമങ്ങൾ അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും വേണ്ടേ? സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, ചെറിയ അളവിൽ. അത് യാഥാർത്ഥ്യമാണ്. അത് ലോകത്തിലെ എല്ലാ സമരങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ആ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചൗരി ചൗരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതും 22ഓളം പോലീസുകാര് ചുട്ടരിക്കപ്പെട്ടത്. ആ സംഭവത്തെ മുൻനിർത്തി, ചൗരി ചൗര സംഭവത്തെ മുൻനിർത്തി മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പരാജയമായിരുന്നു, അത് തെറ്റായിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ടോ? നമ്മളുടെ നാട്ടിൽ ബന്ദുകൾ നടക്കാറുണ്ട്, ഹർത്താലുകൾ നടക്കാറുണ്ട്. വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അതൊക്കെ നടക്കാറ്. ആ ഹർത്താലുകൾക്കിടയിൽ, ബന്ദുകൾക്കിടയിൽ ചില സാമൂഹ്യദ്രോഹികൾ, ചില കുറ്റവാസനയുള്ളവർ രംഗം വഷളാക്കിയിട്ടുണ്ടാകാം, ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഹർത്താലോ ബന്ധോ മോശപ്പെട്ടതായിരുന്നു, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടോ? ഫ്രഞ്ച് വിപ്ലവം അരങ്ങേറി, മഹത്തായ ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന വിപ്ലവമാണ്. ആ വിപ്ലവത്തിൽ മരിച്ച വിപ്ലവത്തിന്റെ എതിരാളികളെക്കാൾ അധികം ആളുകൾ വിപ്ലവം വിജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ വിപ്ലവകാരികളായ തീവ്രവാദികൾക്കും മിതവാദികൾക്കുമിടയിൽ നടന്ന സംഘർഷത്തിൽ, സംഘട്ടനത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബർ മസാക്കർ ഫ്രഞ്ച് വിപ്ലവ വിരുദ്ധരും ഫ്രഞ്ച് വിപ്ലവകാരികളും തമ്മിൽ നടന്ന സംഘട്ടനത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളതല്ല. ഫ്രഞ്ച് വിപ്ലവം വിജയത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ജിറോണ്ടിസ്റ്റുകളും ജാക്കോബൈറ്റ്സും തമ്മിൽ നടന്ന, തീവ്രവാദികളും മിതവാദികളും തമ്മിൽ നടന്ന സംഘർഷത്തിലും സംഘട്ടനത്തിലും പതിനായിരക്കണക്കിന് ആളുകളാണ് മരിച്ചത്, കൊല ചെയ്യപ്പെട്ടത്. സെപ്റ്റംബർ മസാക്കറിന്റെ പേരിൽ ജിറോണ്ടിസ്റ്റുകളും ജാക്കോബൈറ്റ്സും തമ്മിൽ നടന്ന സംഘട്ടനങ്ങളുടെ പേരിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മഹത്വത്തെ ആരെങ്കിലും കെടുത്തിക്കളഞ്ഞിട്ടുണ്ടോ? വിമർശിക്കപ്പെട്ടിട്ടുണ്ടോ ആ സംഭവത്തിന്റെ പേരിൽ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഫ്രഞ്ച് വിപ്ലവം നടന്നതുകൊണ്ടാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം ആരെങ്കിലും നടത്തിയതായി അറിവുണ്ടോ? ഇല്ലല്ലോ. ലോകത്ത് മഹത്തായി നടന്ന എല്ലാ വിപ്ലവങ്ങളിലും ചില ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഡീവിയേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, അടിസ്ഥാനമാക്കിക്കൊണ്ട്, വഴിയിൽ നിന്നുള്ള തെന്നിമാറിയുള്ള സഞ്ചാരത്തെ ആസ്പദമാക്കി ഒരു സമരത്തെയും ഒരു വിപ്ലവത്തെയും ആരും തള്ളിപ്പറഞ്ഞതായി അറിവില്ല, നമ്മൾ വായിച്ചതായും ഓർക്കുന്നില്ല. എന്തുകൊണ്ട് ആ ഒരു പൊതുമാനദണ്ഡം ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിള കലാപകാരികൾ നടത്തിയ സമരത്തിൽ മാത്രം സ്വീകരിക്കില്ല എന്ന് വാശി പിടിക്കുന്നു? വിരലിലെണ്ണാവുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളെ ചൂണ്ടി മഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി നടന്ന പോരാട്ടത്തെ
എന്തിനാണ് ഇകഴ്ത്തുന്നത്? എന്തിനാണ് തള്ളിപ്പറയുന്നത്? അപ്പൊ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്കിൽ എന്തുകൊണ്ട് മഹാത്മാഗാന്ധി 1921 കലാപത്തെ അംഗീകരിച്ചില്ല? എന്തുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ആ സമരത്തെ തള്ളിപ്പറഞ്ഞു? അതിന് കാരണമുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ഗഹനമായി പഠനം നടത്താൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത, ആ കാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് സവർണ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരുന്നു. അവർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മഹാത്മാഗാന്ധിയും ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവരും മലബാർ കലാപത്തെ അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടായത്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഒരു നാട്ടിലൊരു സംഭവം നടന്നാൽ ആ പ്രദേശത്തുള്ള പാർട്ടിയുടെ ഘടകം എന്താണോ പറയുന്നത് അതിനെ ആസ്പദിച്ചായിരിക്കും ദേശീയ നേതൃത്വം നിലപാട് സ്വീകരിക്കുക, മേൽ കമ്മിറ്റി നിലപാട് സ്വീകരിക്കുക. കേരളത്തിൽ നിന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നൽകിയ തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മഹാത്മാഗാന്ധിയും ഡോക്ടർ BR അംബേദ്കറും ഉൾപ്പെടെയുള്ളവർ മലബാർ കലാപത്തെ അംഗീകരിക്കാത്ത സ്ഥിതി സംജാതമായത്. ശരിയായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു നൽകിയിരുന്നത് എങ്കിൽ ഒരിക്കലും ഗാന്ധിജിയോ ഡോക്ടർ BR അംബേദ്കറോ അവർ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കുമായിരുന്നില്ല. ഒരു സംശയവും തർക്കവും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ട വിഷയം ഇല്ല. വർഗീയ കലാപമായിരുന്നു 1921 നടന്നതെങ്കിൽ ഈ മേഖലയിലാണ് RSSും BJPയും ഏറ്റവും കൂടുതൽ ശക്തിപ്പെടേണ്ടിയിരുന്നത്. അന്യായമായി അകാരണമായി ഞങ്ങളുടെ കാരണവന്മാരെ, മുൻ തലമുറയെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവരുടെ പിന്മുറക്കാരുമായി സന്ധിയില്ല എന്നുള്ള ശക്തമായിട്ടുള്ള വികാരം ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുകയും കേരളത്തിൽ ഏറ്റവും അധികം BJPക്ക് വളക്കൂറുള്ള മണ്ണായി ഈ മേഖല മാറുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ? മലപ്പുറം ജില്ലയിലെ ഹിന്ദുമത വിശ്വാസികളിൽ മഹാഭൂരിഭാഗവും ഇടതുപക്ഷ കക്ഷികളോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഒരു വിഭാഗം കോൺഗ്രസ് സംഘടനയോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് RSSലും BJPയിലും പ്രവർത്തിക്കുന്നത്. ജീവിതാനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത ജ്ഞാനമാണ്, തിരിച്ചറിവാണ്. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനും കോൺഗ്രസിനോടൊപ്പം നിൽക്കാനുമുള്ള മനസ്ഥിതി ഉണ്ടാക്കിയത്. അല്ലായിരുന്നു എങ്കിൽ അവരൊക്കെ RSSലും BJPയിലും അല്ലേ അണിനിരക്കേണ്ടിയിരുന്നത്? ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഹിച്ച്കോക്കിന് സ്മാരകം പണിത് ആ സ്മാരകം പൊളിക്കാൻ വേണ്ടി പോയ സമരക്കാർ അന്തരീക്ഷത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം മാപ്പിളമാരെഴുതിയ മുദ്രാവാക്യമായിരുന്നില്ലല്ലോ. കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഇടതുപക്ഷ അധ്യാപക സംഘടനക്ക് ബീജാവാപം നൽകിയ വ്യക്തി എഴുതിയ കവിതകളാണ് മുദ്രാവാക്യമായി വാനിൽ ഉയർത്തിയത്. ഇപ്പൊ സംഘപരിവാരങ്ങൾ പറയുന്നത് അത് കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയതല്ല എന്നാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായർ എങ്ങനെയാണ് മാപ്പിളമാരുടേതായിട്ടുള്ള ചൂരിലും ചുവയിലും ഒരു കവിത എഴുതുക? അങ്ങനെയാണെങ്കിൽ ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുള്ള പാട്ടുകൾ ഭാസ്കരൻ മാഷ് എഴുതിയതാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? മാപ്പിള സംസ്കാരത്തെ മാപ്പിളമാർ ഉൾക്കൊണ്ടതിനേക്കാൾ അധികം ഗാഠമായി ഉൾക്കൊണ്ടയാളാണ് ഭാസ്കരൻ മാഷ്. പി ഭാസ്കരന്റെ പാട്ടുകൾ എത്ര പ്രസിദ്ധങ്ങളാണ്. അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടെന്ന് തോന്നിപ്പിക്കുന്ന വരികൾ മൂളാത്തവരായി ആരുണ്ട് നമ്മളുടെ നാട്ടിൽ?
എത്രയോ മാപ്പിളപ്പാട്ട് ഗായകരിൽ ഹിന്ദുമത വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? RSSും BJPയും എന്താണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത്? അവർ ഈ നാട്ടിൽ വിഭാഗീയത വളർത്താനും മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. 1947 നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. നീണ്ട 23 വർഷം. 1921 മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഉൾപ്പെടെയുള്ളവർ സ്വാതന്ത്ര്യ സമര സേനാനികളായും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യയെ മതനിരപേക്ഷ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് കരുത്തും ശേഷിയും ശേമുഷിയും പകർന്ന മഹാൻ. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ കൗൺസിൽ അദ്ദേഹം ഉണ്ടാക്കിയപ്പോൾ, അദ്ദേഹം നേതൃത്വം നൽകിയപ്പോൾ, ആ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നായകത്വം ഇടതുപക്ഷ ചരിത്രകാരന്മാരെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. നെഹ്റുവിനെ കുറിച്ച് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു ആക്ഷേപം, നെഹ്റു വാസ് എ ഡിസ്ഗൈസ്ഡ് കമ്മ്യൂണിസ്റ്റ്, വേഷപ്രച്ഛന്നനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് നെഹ്റു എന്നാണ്. നെഹ്റുവിനെ പലരും വിമർശിച്ചിട്ടുണ്ട്. ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെ ഏൽപ്പിച്ചതിന്റെ പേരിൽ. അന്ന് നെഹ്റു അതിന് പറഞ്ഞ മറുപടിയുണ്ട്. മതനിരപേക്ഷമായി, ഒരു മതത്തോടും ആഭിമുഖ്യമില്ലാതെ ഈ രാജ്യത്തിന്റെ നിഷ്പക്ഷ ചരിത്രം എഴുതപ്പെടണമെങ്കിലും പ്രചരിപ്പിക്കപ്പെടണമെങ്കിലും ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ കൈകളിൽ ചരിത്ര ഗവേഷണ കൗൺസിൽ നിൽക്കണം. എത്ര വിശാല മനസ്കതയോടുകൂടിയാണ് നെഹ്റു അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ കൗൺസിലിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്കായിരുന്നു പ്രാമുഖ്യം. 1921 മലബാർ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നും ആലി മുസ്ലിയാലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഉൾപ്പെടെയുള്ളവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നും അതിശക്തമായി ചരിത്ര ഗവേഷണ കൗൺസിലാണ് വാദിച്ചതും അത് അംഗീകരിക്കുവാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ശ്രമങ്ങൾക്കാണ് 1970കളിൽ ഫലം കണ്ടത്. അതേ ചരിത്ര ഗവേഷണ കൗൺസിലാണ് ഇപ്പോ 1921 മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് വിധി എഴുതിയിരിക്കുന്നത്. ഇടതുപക്ഷ ചരിത്രകാരന്മാരിൽ ഒരാളെപ്പോലും ഉൾപ്പെടുത്താതെ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് പുനഃസംഘടിപ്പിക്കപ്പെട്ട ചരിത്ര ഗവേഷണ കൗൺസിൽ അവരുടെ തെറ്റായ ചരിത്രവിരുദ്ധമായ നിലപാടിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരിടവേള മാത്രമായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റൂ. സ്വാതന്ത്ര്യം കിട്ടി 23 കൊല്ലം അവഗണിക്കപ്പെട്ട് അവസാനം പരിഗണനാ ലിസ്റ്റിലേക്ക് വന്ന ഒരു സമരവും സമര നേതാക്കളും ചരിത്രത്തിൽ നിന്ന് ഒരിക്കൽ കൂടി പടിയടച്ച് പിണ്ടം വെക്കപ്പെടുകയാണ്. ചരിത്രം ആവർത്തിക്കും. ചരിത്ര ഗവേഷണ കൗൺസിൽ യഥാർത്ഥ ചരിത്രകാരന്മാരുടെ കൈകളിൽ വരുന്ന ദിനം വിദൂരമല്ല. അന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം 23 കൊല്ലം മാറ്റി നിർത്തപ്പെട്ട സമരം ഉൾപ്പെടുത്തപ്പെട്ടതുപോലെ ഫാഷിസ്റ്റ് തേർവാഴ്ച കാലത്തെ ഒരു ഇടവേള മാറ്റി നിർത്തി വീണ്ടും ചരിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടും. ഇതുപോലെയുള്ള സെമിനാറുകൾ, ഇതുപോലെയുള്ള യഥാർത്ഥ ചരിത്രാന്വേഷണങ്ങൾ അതിന് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവും വേണ്ട. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ, UAE നിന്നാണ് ഞാൻ വരുന്നത് എന്ന്. ഞാൻ UAE പോയി എക്സ്പോ 2020 എന്ന് പറയുന്ന ദുബായ് ഗവൺമെന്റ് UAE സർക്കാർ നടത്തുന്ന വലിയ ഒരു എക്സിബിഷൻ ഭാഗികമായിട്ടൊന്ന് കണ്ടു. ഓരോ രാജ്യവും തങ്ങൾ ആരാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു എക്സിബിഷനായിട്ടാണ്
അതിനെ കാണുന്നത്. ദുബായ് ഗവൺമെന്റ് അതിനുവേണ്ടി വലിയ സൗകര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഞാൻ അമേരിക്കയുടെ പവലിയനിൽ പോയി, സൗദി അറേബ്യയുടെ പവലിയനിൽ പോയി, ഇന്ത്യയുടെ പവലിയനിലും പോയി. അമേരിക്കയുടെ പവലിയനിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം. അത് കഴിഞ്ഞ് തൊട്ടങ്ങോട്ട് നീങ്ങിയാൽ ശബ്ദവീചികളാണ്, ശബ്ദരേഖയാണ് അബ്രഹാം ലിങ്കന്റെ, ലോകപ്രശസ്തമായ അബ്രഹാം ലിങ്കന്റെ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന പ്രസംഗത്തിന്റെ ശബ്ദരേഖ. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ അമേരിക്ക ലോകത്തിന് നൽകിയ സംഭാവനകൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ നേടിയ നേട്ടങ്ങൾ, ഇനി നേടാനിരിക്കുന്ന നേട്ടങ്ങളുടെ സ്വപ്ന സമാനമായ കാഴ്ചകൾ, അവയെല്ലാം ആ പവലിയനിലുണ്ട്. സൗദി അറേബ്യയുടെ പവലിയനിൽ ചെന്നപ്പോ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയിട്ടുള്ള ഒരു കാഴ്ചകളായിരിക്കും അവിടെ ഒരുക്കപ്പെട്ടിരിക്കുക എന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ലോക ഡിജിറ്റൽ ലോകത്ത് സംഭവിച്ച ഏറ്റവും കാലികമായിട്ടുള്ള പുരോഗതിയെ സംബന്ധിക്കുന്ന ഒരു നേർചിത്രം സൗദി അറേബ്യയുടെ പവലിയനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ സംസ്കാരം, അവരുടെ ജീവിതം, മതനിരപേക്ഷമായി അതിനെ എത്ര മനോഹരമായിട്ടാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഇങ്ങനെ മിന്നി മറയുന്ന കാഴ്ച മാത്രമാണ് മക്കയും മദീനയും സൗദി അറേബ്യയുടെ പവലിയനിൽ. അവർ മക്കയോടും മദീനയോടും അനാദരവ് കാണിച്ചതല്ല. എക്സ്പോ 2020യുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, എക്സിബിറ്റ് ചെയ്യുകയാണ്. ആധുനിക കാലത്ത് എങ്ങനെയാണ് മനുഷ്യർ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അവബോധം പ്രദാനം ചെയ്യുകയാണ്. അതും കഴിഞ്ഞാണ് ഞങ്ങൾ ഇന്ത്യയുടെ പവലിയനിൽ പോയത്. ഇന്ത്യയുടെ പവലിയൻ നമ്മളെ നിരാശപ്പെടുത്തി. ഞാൻ പ്രതീക്ഷിച്ചത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ തത്വങ്ങൾ, നെഹ്റു എന്ന് പറയുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ, ഒരു മൂന്നാം ചേരി എന്ന കൺസെപ്റ്റിന് തന്നെ രൂപം നൽകിയ മഹാനെ സംബന്ധിക്കുന്ന ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ അവിടെ കാണുമെന്നാണ്. പക്ഷെ അവിടെ ഞാൻ കണ്ടത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു വലിയ പ്രതിമയാണ്. ആ എക്സ്പോയിലെ 2020 എക്സ്പോയിലെ ഏറ്റവും വില കുറഞ്ഞ ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വരൂ, ഞങ്ങളുടെ നാട് ആത്മീയ വ്യാപാരത്തിന് ഏറ്റവും യോജ്യമായ മണ്ണാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിൽ നിന്ന്, നെഹ്റുവിന്റെ ഇന്ത്യയിൽ നിന്ന്, സഖാവ് AKG പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിച്ച ഒരു രാജ്യം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് ഇതല്ലല്ലോ ലോകം പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ആരാധനാലയങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, എത്രമാത്രം നമ്മളുടെ രാജ്യം തരം താഴ്ത്തപ്പെടുന്നു, ആളുകളുടെ മുന്നിൽ മോശമാക്കപ്പെടുന്നു. എനിക്കുറപ്പാണ് എക്സ്പോ 2020യിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ പവലിയൻ ഇന്ത്യയുടേതാകും. അത് പറയാൻ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷെ അത് പറയുകയല്ലാതെ മറ്റെന്ത് നിവൃത്തി? എങ്ങോട്ടാണ് ഈ നാടിനെ ഇവർ കൊണ്ടുപോകുന്നത്? ബക്രാനങ്കൽ എന്നീ 2 അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ അത് ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് നെഹ്റു ചെയ്ത വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. ഇഫ് എനിബഡി വാണ്ട്സ് ടു സീ ഗോഡ് they may come here, this is the sanctum sanctorum of India. ലോകത്താർക്കെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ലക്ഷക്കണക്കിന് ഹെക്ടർ കാർഷിക ഭൂമിയെ ജലസമൃദ്ധമാക്കാൻ ഉതകുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു പ്രഖ്യാപിച്ചത്. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ദാഹജലം പകർന്നു നൽകാൻ പര്യാപ്തമായ 2 ഡാമുകളെ മുൻനിർത്തിയാണ് നെഹ്റു പറഞ്ഞത്.
ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന്. ആ നെഹ്റുവിന്റെ ഇന്ത്യ ലോകത്ത് ആത്മീയ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമാകുന്നു എന്ന് കേൾക്കുമ്പോ ആർക്കാണ് ദുഃഖം ഉള്ളിൽ ഇല്ലാതെ പോവുക? ആധുനിക ലോകത്തിലേക്ക് ഇനിയും നടന്ന് മുന്നേറാൻ ആഗ്രഹിക്കുന്ന മനുഷ്യകുലത്തിന്റെ മുന്നിൽ ശാസ്ത്രത്തെ സംബന്ധിച്ച്, ഇന്ത്യ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച്, ലോകശാസ്ത്രത്തിന് ഇനി ഇന്ത്യ നൽകാൻ പോകുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത, നമ്മളുടെ നാടിന്റെ പാരമ്പര്യത്തെ, മതനിരപേക്ഷമായ പാരമ്പര്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന ദുശക്തികൾ മലബാർ കലാപത്തെയും കലാപത്തിൽ പങ്കെടുത്ത നേതാക്കളെയും തമസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക സ്വാഭാവികമാണ്. അവരുടെ എല്ലാ തിരസ്കാരങ്ങളെയും അതിജീവിച്ച് 1921 മലബാർ കലാപവും ആ കലാപത്തിൽ ധീരരക്തസാക്ഷിത്വം വരിച്ച ധീരന്മാരായ പോരാളികളും ചരിത്ര താളുകളിൽ ഇടം നേടുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ചരിത്ര ദൗത്യത്തിലേക്കുള്ള പ്രയാണവീഥിയിൽ SYS സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളും രേഖപ്പെടുത്തപ്പെടും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്